ഇതെന്താ ഇത് CA സർട്ടിഫിക്കറ്റ്. എല്ലാവരെയും അഭ്യർത്ഥന പ്രകാരം CA സർട്ടിഫിക്കറ്റ് ഞാൻ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്, ഫ്രെയിം ചെയ്തിട്ടുമുണ്ട്. അപ്പൊ എല്ലാവരും കണ്ടോ, ഇനി മേലെ ഈ സാധനം ചോദിച്ചേക്കരുത്. അതുകൊണ്ടാണ് ഇപ്പോഴേ കാണിക്കുന്നത്. ഇങ്ങനെ പറയുന്നത് ഷമീറിന് ഇതില്ല, ഷമീർ CA അല്ല, ഓൻ ഉടായിപ്പാന്ന്, ഓൻ വീട്ടിൽ പോകുന്ന പറഞ്ഞ ആളെ പറ്റിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾ പറയുന്നത് അല്ലേ? CA കാണിച്ചു തരാം മക്കളെ, കാണിച്ചു തരാം. ഷമീർ കാണിച്ചു തരും, പക്ഷെ കറക്റ്റ് സൂം ചെയ്ത് നോക്കണം. ഷമീർ ഇതില്ലാന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണം ഊക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതോടുകൂടി നിന്റെ എല്ലാം ഇതാണ് തീർന്നു. ഇതങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഇതങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ കാണിക്കില്ല. കാരണം ഇത് 5 കൊല്ലം പഠിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതങ്ങനെ നീ എല്ലാം ചോദിക്കുമ്പോ അങ്ങ് എടുത്ത് കാണിക്കാനല്ല. ഒരു മിന്നായം പോലെ കാണിച്ചു തരും, ഒരു മിന്നായം പോലെ. വേണേ കണ്ടോ, മാറിക്കോ, പിള്ളേർ കണ്ടോട്ടെ. മിന്നായം പോലെ കാണിക്കും, മിന്നായം പോലെ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വന്നേ. വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് സാധനം കാണിക്കുന്നുണ്ട്. ഞാൻ കാണിക്കട്ടെ. ഇതാണൊരു CA സർട്ടിഫിക്കറ്റ്. അതായത് അല്ല ചാറ്റ് ഇതൊന്ന് കാണണം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്നാണ് എഴുതി വെച്ചത്. അതിൽ തന്നെ ആണ് ഒരു സ്ക്രിപ്റ്റ് ആയത്. അതായത് CA സർട്ടിഫിക്കറ്റിൽ അങ്ങനത്തെ ഡയറക്റ്റ് CA സർട്ടിഫിക്കറ്റ് ഒന്നും ഒരിക്കലും എഴുതൂല. ഒന്നാമത്തെ കാര്യം അല്ല, ഇത് റോൾ നമ്പർ പോലും. ഇതെന്താണത്? ഇതെന്താണത്? ഇത് 8ാം ക്ലാസ്സിലെ മോഡൽ എക്സാം ആയത്. അല്ല, ഫോട്ടോ ഒന്ന് കാണണം, ബാക്കി എല്ലാം പോട്ടെ. ഇതെന്താണ് ഫോട്ടോ? ഇതെന്താണ്? അത് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുതിയ പിക്ക് ചെയ്യാൻ കൊടുത്തതാ. അതിനെന്താ പ്രശ്നം? എടാ, വിശ്വാസം ഇല്ലാത്തവര് കാണണ്ട. ഇതന്നെയായിരുന്നു CA സർട്ടിഫിക്കറ്റ്. ഇതെങ്ങനെ ഉണ്ടാക്കിയത് നമുക്കറിയാം. ഇത് എത്ര ദിവസം ഇത് കിട്ടിയിട്ട് നമുക്ക് ഇതൊരു അല്ല, ഇത് കിട്ടാൻ ഇത് വീട്ടിൽ പറഞ്ഞെടുക്കും. ഏതോ ഒരു ഇനോഗ്രേഷൻ, ഏതാ എനിക്ക് ഓർമ്മയില്ല. നമ്മള് പോയ ഏതോ ഒരു ഇനോഗ്രേഷന് സ്റ്റേജില് ഒരു ചെക്കൻ കയറി വന്നിട്ട് ഒരു ഗിഫ്റ്റ് പൊതിഞ്ഞിട്ട് തന്നു. ഞാൻ വെച്ച് ഏതോ ഫോട്ടോ വരച്ചത് അങ്ങനെ എന്തോന്ന് വിചാരിച്ച് തുറന്നു നോക്കുമ്പോ ഇതാ സംഭവം. ചെക്കന് ഇവന് ഊക്കിയതാണ്. അത് ഇവന് മനസ്സിലായില്ല. ചെക്കന്റെ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വന്നേന്ന് ഞാൻ പറഞ്ഞു. ഇത് അധികം നോക്കണ്ട, നോക്കട്ടെടാ. ഏത് ഫോട്ടോ നോക്കിയാലും മനസ്സിലാവും ഷമീറെ. കൊറേ എക്സൽ ഇട്ട് വെച്ചിനാടെ. 2023 ഫൈനൽ എക്സാമിനേഷൻ ഫുൾ മാർക്കോട് കൂടി ഞാൻ പാസ് ആയി. നവംബർ 2022 ഫുൾ മാർക്ക്. അതായത് റെക്കോർഡും ഇതും ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്തതിന്റെ ക്വാളിറ്റി ഏത് ക്വാളിറ്റി? വെറുതെ എന്തെല്ലോ പറയില്ല. റാങ്ക് അടക്കമുണ്ട്. ഇത് കണ്ടല്ലോ, എല്ലാരും വിശ്വസിച്ചില്ല. ഞാൻ മുടി നരച്ചു. എന്റെ മുടി നരച്ചോ? മുടി ഞാൻ കളർ ചെയ്ത് തരാം. ബിസിനസ് ഓണർ അല്ലേടാ, അപ്പൊ പിന്നെ മുടിയെല്ലാം നരക്കും. കൊറേ കാര്യങ്ങളാ മനസ്സിലാ. ഇത് ദുബായിൽ പോയ ഇതേപോലെ ഉണ്ടാവേ. വെള്ളം മാറിയതിന്റെ പ്രശ്നം ഉണ്ടാവും. പിന്നെ നരച്ചു. ഇതതിന്റെ അല്ല, ഇതെല്ലാം ശരിയാക്കണം കേട്ടാ. ഞാൻ ഇത് കഴിയട്ടെ, ലൈവ് ചെയ്യട്ടെ. പറയുന്ന പോലെ MRG ഷമീറോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, MRG ഷമീറിന് ഏത് സർട്ടിഫിക്കറ്റ് അല്ലാതെ ശ്രദ്ധിച്ചില്ല. ഞാൻ ഫ്യൂച്ചർ മുമ്പേ കണ്ടു. കൺഫേം ഫേക്കാന്ന് കൺഫേം ആയിട്ടുണ്ട്. ഞാൻ ഫ്യൂച്ചർ പോലെ മാറി. നീ എന്നെ എന്ത് വേണേ പറഞ്ഞു. ചോട്ടും ചോട്ടിക്കോ. നടുവിനാ ഇവിടെ എവിടെ ചോട്ടുന്ന എനിക്ക് ഇഷ്ടമുള്ള ഞാൻ കാലിങ്ങനെ നോക്കാം. നീ അന്ന് രണ്ട് വോട്ട് എക്സ്ട്രാ കിട്ടിയപ്പോ നീ എന്താ ചെയ്തേ? നാലെടുത്ത് വെച്ചരാ. ഒന്ന് ഇങ്ങനെ ഇരിക്കട്ടെ. നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കടാ. ജ്യൂസ് ഒന്നും വേണ്ട. അന്ന് ജ്യൂസ് ഒന്നുമില്ല. അമ്മ എപ്പാ ദുബൈയിൽ പോന്നെ?
ഈ ആഴ്ച തന്നെ പോകൂലേ? ഈ ആഴ്ച തന്നെ പോകൂലേ? അതൊക്കെ കേൾക്കുമ്പോ നിനക്ക് അതൊക്കെ പോലും ഒരുത്തനയുടെ ഇക്കാതെല്ലാം വിളിച്ചിട്ടായിരിക്കുന്നേ. ഇതിന്റെ മൊബൈൽ ഇങ്ങനെ ആക്കിയതിന് സങ്കടം ഉണ്ടാനി. നിന്നെ കൊണ്ട് പോലെടാ. നീ എന്താ ഇത് ആട്ടല്ലടി, ഇതെന്താ അനങ്ങുന്നടാ? ആട്ടല്ലടിക്കുന്നത് ആർട്ടല്ല മുല കുലിങ്ങുന്നത്.